വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1948 ആരംഭിച്ച ലോക മാനസികാരോഗ്യ ഫെഡറേഷന്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ് 2023. അതുമായി ബന്ധപ്പെട്ടിട്ട് ലോക മാനസികാരോഗ്യ ദിനാചരണം നടന്നുമ്പോൾ ലോക മാനസികാരോഗ്യ ഫെഡറേഷന്റെ 75 വർഷത്തെ പ്രവർത്തനം മാനസികാരോഗ്യ മേഖലയിൽ ആഗോള തലത്തിൽ എന്തുമാത്രം വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്നത് വിലയിരുത്താനുള്ള ഒരു അവസരമായി കൂടെ നമുക്ക് ഈ ഘട്ടത്തെ കാണാവുന്നതാണ്. 1948 ലോക ആരോഗ്യ സംഘടന ഡിസംബർ 10 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുമ്പോൾ അതില് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമായിട്ട് ഉണ്ടായിരുന്നത്, all human beings are born free and equal in dignity and rights. They are endowed with reason and conscience and should act towards one another in a spirit of brotherhood. എല്ലാ മനുഷ്യരും തുല്യമായ അവകാശങ്ങളോടെ ജനിച്ചു വീഴുന്ന ആളുകളായതുകൊണ്ട് തന്നെ തങ്ങളുടെ ബോധവും ബുദ്ധിയും ഉപയോഗിച്ച് പരസ്പരം സഹോദരപൂർവമായ തരത്തിൽ ഇടപെടണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അതിനകത്ത് ഉണ്ടായത്. ശരിക്കും ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഒരിടത്തും മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തണമെന്നൊരു വാചകം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പരിമിതിയായിട്ട് വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷെ എങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ലോകമായ യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്ന് പതിയെ കരകയറിക്കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും എഴുതിയ ഇറ്റ് വാസ് ദ വിന്റർ ഓഫ് എ ഗ്രേറ്റ് നേഷൻസ് ഡിസ്കണ്ടന്റ്, ഒരു മഹത്തായ രാഷ്ട്രത്തിന്റെ അസംതൃപ്തിയുടെ ശൈത്യമായിരുന്നു അത് എന്ന് പറയുന്ന തരത്തിൽ ലോകമെമ്പാടും പ്രതിസന്ധികളും ദാരിദ്ര്യവും രോഗവും നിരാശയും പട്ടിണിയും പ്രതിസന്ധികളും മാത്രം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ മാനസിക ആരോഗ്യം എന്ന ഒരു ആശയത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പരിതസ്ഥിതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ആ ഒരു പരാമർശം വരാതെ പോയത് എന്ന് കരുതാം. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം 1966 ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ICESCR എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയുടെ 12ാം അധ്യായത്തിൽ ആർട്ടിക്കിൾ 12 ആദ്യമായിട്ട് മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടതിന്റെ ഒരു പ്രസക്തിയെ കുറിച്ചുള്ള ഒരു വാചകം കടന്നു വരുന്നത്. ആ വാചകം ഇങ്ങനെയായിരുന്നു: The states who are parties to the present covenant recognize the right of everyone to the enjoyment of the highest attainable standard of physical and mental health. ഈ കൂട്ടായ്മകളുടെ അംഗരാഷ്ട്രങ്ങളായി വരുന്ന എല്ലാ രാഷ്ട്രങ്ങളും ഓരോ വ്യക്തിക്കും അങ്ങേയറ്റത്തെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനുള്ള അവകാശമുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു, തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷം 2007 യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ഡിസബിലിറ്റീസ് UNCRC എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് നടക്കുന്നു. വികലാംഗരായിട്ടുള്ള, അംഗവൈകല്യമുള്ള, അംഗപരിമിതരായിട്ടുള്ള, ജീവിതത്തിൽ രോഗം മൂലം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഇക്വിറ്റി ആൻഡ് ഇക്വാളിറ്റി, ഇത് രണ്ടും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു സമ്മേളനമാണ്. ഈ ഒരു സമ്മേളനത്തിൽ അംഗരാഷ്ട്രങ്ങളുടെ വ്യക്തമായ ദൗത്യം എടുത്തു പറഞ്ഞത് ഇങ്ങനെയാണ്. The states who are parties to this meeting should promote, protect and ensure the full and equal enjoyment of all human rights and fundamental freedoms by all persons with disabilities and to promote respect for their inherent dignity. അംഗപരിമിതിയുള്ള എല്ലാ ആളുകളുടെയും എല്ലാത്തരം മനുഷ്യാവകാശങ്ങളും സമ്പൂർണമായി സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ സ്വതസിദ്ധമായ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു പ്രതിജ്ഞ കൂടി അംഗരാഷ്ട്രങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് ആ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് വന്നത്. ഇക്വിറ്റി എന്ന വാക്കിനെ കുറിച്ച്, എന്താണ് ഇക്വിറ്റിയും ഇക്വാളിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളതിനെ കുറിച്ച് ചില മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്നോട് സംസാരിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു ലളിതമായ ഒരു ഉദാഹരണം, 6 അടി പൊക്കവും 5 അടി പൊക്കവും 4 അടി പൊക്കമുള്ള 3 വ്യക്തികൾ
6.5 അടി പൊക്കമുള്ള ഒരു മതിലിന്റെ അടുത്ത് നിൽക്കുന്നു. ഈ 6 അടി പൊക്കമുള്ള മതിലിനപ്പുറത്ത് ഒരു വലിയ മനോഹരമായ പൂങ്കാവനമാണ്. പക്ഷെ ഈ 3 പേർക്കും അത് കാണാനായിട്ട് സാധിക്കുന്നില്ല. 1 അടി പൊക്കമുള്ള ഒരു സ്റ്റൂൾ ലഭിച്ചാൽ 6 അടി പൊക്കമുള്ള ആളിന് മുകളിൽ നിന്ന് ആ പൂങ്കാവനത്തിന്റെ മനോഹാരിത ദർശിക്കാം. എന്നാൽ 5 അടി പൊക്കമുള്ള ആളിന് 2 അടി പൊക്കമുള്ള ഒരു സ്റ്റൂളിന്റെ സഹായം വേണ്ടി വരുന്നു ആ മനോഹരമായ പൂന്തോട്ടം കാണാൻ. എന്നാൽ അതുകൊണ്ടും 4 അടി പൊക്കമുള്ള ആളിന് ഒരു പ്രയോജനമില്ല. അദ്ദേഹത്തിന് 3 അടി പൊക്കമുള്ള ഒരു സ്റ്റൂൾ ആരെങ്കിലും വെച്ചു കൊടുത്താൽ മാത്രമേ മുകളിൽ നിന്നുകൊണ്ട് അപ്പുറത്തുള്ള പൂന്തോട്ടത്തെ കാണാൻ പറ്റൂ. അപ്പോൾ ഓരോ തരം അംഗവൈകല്യങ്ങൾ ഉള്ളവർക്കും സവിശേഷമായ പ്രതിസന്ധികളാണ് ഉള്ളത് ജീവിതത്തിൽ എന്നുള്ളതാണ് സത്യം. ഇവർക്ക് എല്ലാവർക്കും തുല്യമായ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരേ അച്ചിൽ വാർത്തെടുത്ത സൗകര്യങ്ങൾ കൊടുത്തതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകണമെന്നില്ല. ഉദാഹരണത്തിന് അന്ധത ബാധിച്ച ഒരു വ്യക്തിക്ക് ഉള്ള അസൗകര്യങ്ങളല്ല ബധിരത ബാധിച്ച ഒരു വ്യക്തിക്കുള്ളത്. ഇവർക്ക് 2 പേർക്കുമുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല സെറിബ്രൽ പാൽസി ഉള്ള ഒരു വ്യക്തിക്കുള്ളത്. മാനസികാരോഗ്യ പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ 3 പേരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളാണുള്ളത്. ഓരോ അംഗവൈകല്യമുള്ള വ്യക്തിക്കും അതാത് വ്യക്തികളുടെ പരിമിതികളുടെ സ്വഭാവവും തീവ്രതയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പരിമിതിയെ മറികടന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ തന്റെ സമ്പൂർണമായ കഴിവുകൾ സംഭാവന ചെയ്യാനും അതുവഴി ലോകത്തിൽ അന്തസ്സോടെ നിലനിൽക്കാനുമുള്ള അവകാശം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇക്വിറ്റി എന്ന സംഗതിയിലൂടെ ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമായി വരുന്നത്. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, വികലാംഗ അവകാശ നിയമം നിലവിൽ വന്നതോടുകൂടി വളരെ വിപ്ലവകരമായ ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് 1% ജോലി സംവരണം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ രോഗികൾ വന്ന് ചോദിക്കുമായിരുന്നു, ഡോക്ടറെ ഈ ചികിത്സ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് ജോലി കിട്ടാതിരിക്കുമോ, എനിക്കിപ്പോഴുള്ള ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചുവിടുമോ ഞാൻ മാനസിക രോഗത്തിന് ചികിത്സ എടുക്കുന്നത് കൊണ്ട്? ഇന്നിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, ഒരിക്കലും അങ്ങനെ സാധ്യമല്ല. മാത്രമല്ല 40% ഡിസബിലിറ്റി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ 1% ജോലി സംവരണത്തിന് നിങ്ങൾക്ക് അർഹതയുമുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടിന് ചുവട് പിടിച്ച് അടുത്തതായിട്ട് കടന്നു വന്ന നിയമമാണ് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017. ഈ നിയമത്തെ കുറിച്ച് ഒരുപാട് ചർച്ചകളും ഭിന്ന അഭിപ്രായങ്ങളും ഒക്കെ വന്നു എങ്കിൽ പോലും മനുഷ്യാവകാശം, രോഗിയുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്ന ഒരു നിയമം എന്നുള്ള ഒരു പ്രാധാന്യം ഇതിന് നിലവിലുണ്ട്. അത് ജോലിയുടെ കാര്യത്തിലായാലും ശരി, സമൂഹത്തിലെ പദവികളുടെ കാര്യത്തിലാണെങ്കിലും ശരി, പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള അർഹതയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഇൻഷുറൻസ് പരിരക്ഷയുടെ അർഹതയുടെ കാര്യത്തിലാണെങ്കിലും ശരി, എല്ലാ കാര്യത്തിലും രോഗിയുടെ മനുഷ്യാവകാശത്തെ ഉയർത്തിപ്പിടിക്കുന്ന, ആഘോഷിക്കുന്ന ഒരു നിയമം തന്നെയാണ് ഈ ഒരു നിയമം. പക്ഷേ ഇത്തരത്തിൽ ഉള്ള പുരോഗതികളൊക്കെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകവ്യാപകമായി സംഭവിക്കുമ്പോഴും നേരത്തെ ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികൾ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർമാരുടെ മാനസികാരോഗ്യം, ഡോക്ടർമാരുടെ പൊതുവായിട്ടുള്ള ആരോഗ്യം ഒരു വെല്ലുവിളി ആയി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. IMA കുറച്ചു നാൾ മുൻപ് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറഞ്ഞത്, തങ്ങൾ ചികിത്സിക്കുന്ന രോഗികളെക്കാൾ ഒരു വ്യാഴവട്ട കാലമെങ്കിലും മുൻപ് ഡോക്ടർമാർ ഇഹലോകവാസം വെടിയുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ തങ്ങൾ ചെയ്യുന്ന ജോലിയുടെ തീവ്രമായ സമ്മർദ്ദം എല്ലാ തരത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഡോക്ടർമാരെ തകർക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. ഒരു ഡോക്ടറുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ ആകുന്നതിനും മെഡിക്കൽ സ്റ്റുഡന്റ് ആകുന്നതിനും മുൻപുള്ള ഒരു മെഡിക്കൽ സീറ്റ് ആസ്പിറന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ജീവിതത്തിലെ നിതാന്തമായ സമ്മർദ്ദം ആരംഭിക്കുകയാണ്. എന്റെ യുവ സുഹൃത്തുക്കൾ പുറകിലിരിക്കുന്നവര് അത് സമ്മതിക്കും എന്ന് തന്നെ കരുതാം. എൻട്രൻസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥാപനങ്ങളിൽ പോയോ അല്ലാതെയോ നടക്കുന്ന ആ ഒരു പരിശീലന കാലഘട്ടത്തിൽ തന്നെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സമ്മർദ്ദം, മത്സര ബുദ്ധിയിൽ നിന്നും ഉടലെടുക്കുന്ന സമ്മർദ്ദം, മറ്റുള്ള ആളുകളെക്കാൾ വലുതാകാനുള്ള ആ ഒരു പ്രവണതയിൽ ഉടലെടുക്കുന്ന സമ്മർദ്ദം തീർച്ചയായിട്ടും നമ്മളെ ബാധിച്ചു തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും ഒരു ഡോക്ടർ, ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയി മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം ജീവിതം ആഹ്ലാദകരമായിരിക്കുമെന്ന് തോന്നും. പക്ഷെ ഒരിക്കലുമല്ല. ജീവിതം അവിടെയും പ്രതിസന്ധികൾ നിറഞ്ഞ, സമ്മർദ്ദം നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെ തന്നെ കടന്നു പോവുകയാണ്. ഇനി MBBS പാസ്സായി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാം മനോഹരമായി, ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള പ്രൊഫഷണൽ ഡിഗ്രി കിട്ടി, ഇനി
ആനന്ദപൂർണമായ ജീവിതം നയിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുള്ള ഒരു പദപ്രയോഗമുണ്ട്, MBBS ഗുസ്തിയും മാത്രമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ എന്നെ പോലെയുള്ള ആളുകളെല്ലാം MBBS കഴിഞ്ഞിട്ട് PG കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ബന്ധുക്കളും അഭ്യുദയകാംക്ഷികളും സുഹൃത്തുക്കളും അടക്കമുള്ള പല ആളുകളും എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമല്ലോ. MBBS കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും ബാക്കിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ, ഒരുപക്ഷെ വല്ലാത്തൊരു ഭീകരമായ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള എല്ലാവരും എന്നോട് യോജിക്കും എന്ന് തന്നെ കരുതാം. അടുത്തതായിട്ട് നിങ്ങൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നു. അതിന്റെ കടുത്ത മത്സരത്തെ അതിജീവിച്ച് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റ് കരസ്ഥമാക്കുന്നു. ഇന്നലെയാണ് അല്ലെ നമ്മുടെ അയൽ സംസ്ഥാനത്തിൽ നിന്നും ഒരു ശുഭകരമല്ലാത്തൊരു വാർത്ത പുറത്തു വന്നത്. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിനിയായ ഒരു യുവ ഡോക്ടർ ജോലി സ്ഥലത്തുണ്ടായ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ആരോപിക്കപ്പെടുന്ന കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു വിവരം നമുക്ക് ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് റെസിഡൻസി കാലഘട്ടം ഉടനീളം പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ തീവ്രത അനുഭവിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ജോലി ഭാരമാണെങ്കിലും ശരി, ജോലി ചെയ്യേണ്ട മണിക്കൂറുകളുടെ എണ്ണമാണെങ്കിലും ശരി, ഇതൊക്കെ ചെയ്തതിന് ശേഷവും ചെറിയ തോതിലുള്ള വീഴ്ചകൾക്കും തെറ്റുകൾക്കും ലഭിക്കേണ്ടി വരുന്ന ക്രൂരമായ ശാസനകൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി പ്രയാസപ്പെടേണ്ട അവസ്ഥയടക്കം പലതും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ എന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സുഹൃത്തുക്കളോട് പലരോടും ചോദിക്കാറുണ്ട്, കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു രസികനായ സുഹൃത്ത് പറഞ്ഞ, സാർ ഒരു സമയത്ത് ഒരു അടിമത്വമല്ലേ പാടും, രണ്ടടിമത്തങ്ങളും കൂടെ ഒരുമിച്ച് താങ്ങാനായിട്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇനി ആ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം 10-15 വർഷം നീണ്ടു നിൽക്കുന്ന ദീർഘമായ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം മോസ്റ്റ് ഹെൽപ്ലെസ് ഇൻഫന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻഫന്റ് ആണ് എന്ന് പറയുന്ന പോലെ മോസ്റ്റ് ഹെൽപ്ലെസ് സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ് എന്നുള്ള സംശയലേശമന്യേ പറയാം. അത്രയധികം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന് ശേഷമാണ് ഒരു കൺസൾട്ടന്റ് ആയിട്ട് മാറുന്നത്. ആ കൺസൾട്ടന്റ് ആയി മാറിയതിനു ശേഷം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ അവിടെയും വരികയാണ്. കാരണം രോഗികൾക്ക് തല നരച്ച, മുടി കൊഴിഞ്ഞ, കണ്ണാടി വെച്ച ഒരു ഡോക്ടറെ മതി. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഡോക്ടറിന് മാത്രമേ അവരുടെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള അനുഭവ സമ്പത്തുള്ളൂ എന്ന് അവർ കരുതുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ ചെറുപ്പക്കാരനായ എല്ലും തോലുമായി നരന്തായിട്ടിരിക്കുന്ന ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. ഇയാൾ ഒരു ഡോക്ടർ തന്നെയാണോ എന്നൊക്കെ പലരും ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ഇനി ആ ഔദ്യോഗിക ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലേക്ക് വ്യക്തമായി വരുന്നത്. കാരണം പൊതുവെ പറയാറുണ്ട്, കൺസൾട്ടന്റ് ആയിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ലഭിച്ചു, നിങ്ങൾക്ക് ഇനി ആരെയും ഭയപ്പെടേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാമല്ലോ. ഇപ്പോഴാണ് നമ്മുടെ മലയാളി സമൂഹത്തിൽ വളരെ വ്യാപകമായി നിലനിൽക്കുന്ന, എല്ലാ മേഖലകളിലും ഉണ്ട്, ഈ മേഖലയിൽ മാത്രമല്ല, പക്ഷെ എങ്കിലും ഈ മേഖലയിലും ഒട്ടും കുറവല്ലാത്ത പെരുന്തച്ചൻ സിൻഡ്രോം എന്ന പ്രതിഭാസം നമ്മളെ ആക്രമിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ പെരുന്തച്ചൻ എന്ന കഥാപാത്രത്തെ നമുക്കെല്ലാം അറിയാം, ആ പേരിലുള്ളൊരു സിനിമയും നമ്മൾ അത് കണ്ടിട്ടുണ്ട്. ഇപ്പോ തച്ചുവിദ്യയിൽ തന്നേക്കാൾ തന്റെ മകൻ വലുതായപ്പോൾ ആ മകന്റെ തലയിലേക്ക് ഒരു ഉളി ഡ്രോപ്പ് ചെയ്ത് മകനെ വധിക്കാൻ ശ്രമിച്ച ഒരു അച്ഛനായിരുന്നു പെരുന്തച്ചൻ. ഈ പെരുന്തച്ചൻ സിൻഡ്രോം വൈദ്യശാസ്ത്ര മേഖലയിലും ഉണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഒന്ന് വളർന്നു വരുന്നു, എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമൂഹിക അംഗീകാരം ആ വ്യക്തിക്ക് കിട്ടുന്നു എങ്കിൽ എങ്ങനെ അയാളെ മാനസികമായി എങ്കിലും തളർത്താം, ഇല്ലായ്മ ചെയ്യാം എന്നതിൽ ഗവേഷണവും ബിരുദാനന്തര ബിരുദവും നടത്തിയ ആളുകൾ സക്രിയമായിട്ട് പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും ഈ പ്രതിസന്ധികൾക്കും സമ്മർദ്ദത്തിനും ആഴം വർദ്ധിപ്പിക്കുകയും വെച്ചു. ഇനി ഇതിനെല്ലാം മറികടന്ന് വളരെ മനോഹരമായ ഒരു കരിയറിലേക്ക് ഒരു ഡോക്ടർ എത്തിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി അദ്ദേഹം സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന, ത്യജിക്കേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തിരക്കുള്ളൊരു ഡോക്ടറിന് ഒരു പബ്ലിക് ഫംഗ്ഷന് പോകാൻ പറ്റിയെന്ന് വരില്ല, പരിചയമുള്ള ഒരാളുടെ കല്യാണത്തിന് പോകാൻ പറ്റിയെന്ന് വരില്ല, ബന്ധുക്കളുടെ വീട്ടിലൊരു മരണം നടക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇതൊക്കെ രോഗികൾ കാത്തിരിക്കുന്ന, രോഗികളെ പരിചരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു കാര്യമായിട്ട് തോന്നും. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോൾ അറിയാതെ നമ്മൾ ഈ പൊതുജനങ്ങളിൽ നിന്ന്, നമുക്ക് ചുറ്റുമുള്ള പൊതുസമൂഹത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. ആ അകൽച്ച ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അനുഭവവേദ്യമായി എന്ന് വരില്ല. കാരണം
തിരക്കുള്ള ഒരു ഡോക്ടറായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിന് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ മധ്യത്തിലായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ജനസഞ്ചയം നിങ്ങൾക്ക് ചുറ്റും എക്കാലവും കാണുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലേക്ക് നിങ്ങളുടെ മനസ്സ് കടന്നു ചെല്ലുക. പക്ഷെ നാളെ ഒരു കാലത്ത് നിങ്ങൾ വിരമിച്ച് നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തി ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആരുമില്ലാത്ത ഒരു അവസ്ഥ വരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികളുടെ കല്യാണം വിളിക്കാനായിട്ട് ഈ പഴയ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴാണ് ഒരുപക്ഷെ അവരുടെ മക്കളുടെ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ നിങ്ങൾ പോകാതിരുന്നത് മൂലമുള്ള തണുപ്പൻ മനോഭാവം ഇങ്ങോട്ട് പ്രകടമായി വരാൻ. തീർച്ചയായിട്ടും യാഥാർത്ഥ്യങ്ങളാണ്. ഒരുപക്ഷെ വീണ്ടും വീണ്ടും ഈ ഒരു പ്രവർത്തന മേഖല തുറന്നു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വർഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ഇതേ വിഷയത്തെ കുറിച്ച് ഇംഗ്ലീഷിൽ ഒരു ടോക്ക് നടത്തിയപ്പോൾ ഒരു സ്ലൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേജസ് ഓഫ് കരിയർ ഓഫ് എ മെഡിക്കൽ പ്രൊഫഷണൽ. മെഡിക്കൽ സീറ്റ് ആസ്പിറന്റിൽ തുടങ്ങി ഏറ്റവും അവസാനത്തെ വാക്ക് ബോർഡം, സ്റ്റേജ് ഓഫ് ബോർഡം എന്നായിരുന്നു. ഈ ചെയ്ത സാധനം തന്നെ ആവർത്തിച്ച് ചെയ്ത് 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 മടുപ്പ് അനുഭവപ്പെടുന്ന ഒരു മരവിച്ച മാനസികാവസ്ഥയിലേക്ക് ആളുകൾ ചെന്ന് ചേരുന്ന ഒരു ഘട്ടം ഉണ്ടാകും. അപ്പൊ ഈ ഒരു ബോർഡം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രതിസന്ധികളുടെ തീവ്രതയൊന്ന് ലഘൂകരിക്കാൻ വേണ്ടിയെങ്കിലും ഒരു ഡോക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തതായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ബേൺ ഔട്ട്, പ്രൊഫഷണൽ ബേൺ ഔട്ട് എന്ന് പറഞ്ഞൊരു സംഗതി ഒരു ഡോക്ടർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സംഗതിയാണ്. ഈ ബേൺ ഔട്ട് അനുഭവിക്കുന്ന, ഈ എരിഞ്ഞടങ്ങൽ അനുഭവിക്കുന്ന ആ ഒരു വ്യക്തി ചെയ്ത ജോലി തീവ്രമായിട്ട് ചെയ്ത് കുറെ കഴിയുമ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വയ്യ, എന്നെ കൊണ്ട് വയ്യ, ഈ പണി എന്നെ കൊണ്ട് കഴിയില്ല, എനിക്കിനി ഒന്നും ചെയ്യണ്ട എന്ന് തോന്നുന്ന ഒരു മനോഭാവമാണ്. ഈ ബേൺ ഔട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി വലിയ ദേഷ്യം അദ്ദേഹം പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് ഏറ്റവും അടുത്ത ആൾക്കാരോട്, സ്വന്തം വീട്ടുകാരോടായിരിക്കും ഈ പൊട്ടിത്തെറിയും ദേഷ്യപ്രകടനവും ഒക്കെ ഉണ്ടാകുമ്പോൾ. എപ്പോഴും മനസ്സിലൊരു സങ്കടം, ഒന്നും ആസ്വദിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാവും. ഇത്രയും നാൾ ആസ്വദിച്ച് ചേർന്ന സ്വന്തം ജോലിയിൽ പോലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ. ഇനി ജോലി ചെയ്യുന്ന സമയത്ത് ഏകാഗ്രത പുലർത്താൻ കഴിയാതെ വരുന്നു. യാന്ത്രികമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, രോഗികളെ യാന്ത്രികമായി കണ്ടുവിട്ടുകൊണ്ടിരിക്കുന്നു, ഒട്ടും മനസ്സർപ്പിക്കാൻ കഴിയുന്നില്ല ആ ഒരു പ്രവൃത്തിയിൽ. അപ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായിട്ട് വരുന്നത് ഈ ഇത്രയും ബുദ്ധിമുട്ട് കടന്നു വന്നു കഴിയുമ്പോൾ ഇനി ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകും. ആ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ള രണ്ട് തരത്തിൽ വരാം. ഫിസിക്കൽ ആബ്സെന്റിസം ഉണ്ട്, സൈക്കോളജിക്കൽ ആബ്സെന്റിസം ഉണ്ട്. രണ്ടും ഈ ബേൺ ഔട്ടിന്റെ സവിശേഷതകളാണ്. ഫിസിക്കൽ ആബ്സെന്റിസം, ജോലി സ്ഥലത്ത് പോവാതിരിക്കുക. സൈക്കോളജിക്കൽ ആബ്സെന്റിസം എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്ത് വരുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് ഇവിടെ അല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും തീവ്രമായ ക്ഷീണം, മടുപ്പ്, ഉറക്കം കുറയുന്ന അവസ്ഥ, ഇതിനെയൊക്കെ മറികടക്കാനായിട്ട് ആ ഒരു ഘട്ടം എത്തുമ്പോൾ എന്താ ചെയ്യുക? ഇത്രയും ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തുടർന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ മുൻഗാമികൾ പറഞ്ഞു തന്നോ, കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് സുഹൃത്തുക്കൾ പറഞ്ഞു തന്നോ ആയിട്ടുള്ള കുറച്ച് വഴികളാണ്. ചില പ്രത്യേക പദാർത്ഥങ്ങൾ രാത്രിയിൽ സേവിക്കുക, അതുവഴി നല്ല ഉറക്കത്തിലേക്ക് പോവുക. അല്ലെങ്കിൽ മറ്റു പലതരം, ഡോക്ടർമാരായതുകൊണ്ട് ഈ കുടിക്കുന്ന പദാർത്ഥങ്ങൾ മാത്രമല്ല, വിവിധ തരം പദാർത്ഥങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് അപകടകരമായ ഒരു സാധ്യതയാണ് താനും. ഇത്തരം രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തൽക്കാലത്തേക്ക് ആ സമ്മർദ്ദത്തിൽ നിന്ന് ഒന്ന് മറികടക്കാൻ ശ്രമിക്കുമെങ്കിലും നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ രാസപദാർത്ഥങ്ങൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അപ്പോൾ ഒരു ബേൺ ഔട്ടിൽ തുടങ്ങിയ ഒരു സാധനം ഒരു സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ, ലഹരി ഉപയോഗ രോഗമായി മാറാനും, ഒരു ലഹരി ജന്യ വിഷാദ രോഗം, സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ഡിപ്രസീവ് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനും, അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും കൂടെ ബാധിക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നുള്ളതാണ്. അപ്പൊ ഈ ബേൺ ഔട്ട് എന്ന അവസ്ഥ ഇത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്ന ആളുകളോട് ഒന്നുമല്ല. ഈ പ്രായം ചെന്ന ആൾക്കാരെല്ലാം അവരുടേതായ രീതിയിൽ പ്രതിസന്ധികൾ മറികടക്കാൻ അനുഭവ സമ്പത്ത് കൊണ്ട് പ്രാപ്തി നേടിയിട്ടുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഭാവിയിലെ ഡോക്ടർമാരാകാൻ പോകുന്ന, എനിക്കൊക്കെ അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ പോകുന്ന ആളുകളുടെ മാനസിക നില വളരെ നന്നായിട്ടിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിൽ മാത്രമല്ലേ ധൈര്യമായിട്ട് ഒന്ന് കാണിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും അവരോടാണ് എനിക്ക് സംസാരിക്കാൻ പോകുന്നത്. ജോലിയിൽ നിങ്ങൾ തുടങ്ങുന്ന കാലം തൊട്ട് തന്നെ അല്പം സമയം വിശ്രമത്തിന് വേണ്ടിയും വിനോദത്തിന് വേണ്ടിയും മാറ്റിവെക്കുക.
ഇതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആർക്കും പുറകിലായി പോകും എന്ന് ധരിക്കണ്ട. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തീവ്രമായ രീതിയിൽ ജോലിയിലേക്ക് മാത്രം പൂർണ്ണമായിട്ട് മുഴുകിയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സാമൂഹ്യമായ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു. നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഫൈൻഡ് ഔട്ട് ടൈം ഫോർ റെസ്റ്റ് ആൻഡ് എക്സസൈസ്. ജീവിതത്തിന്റെ ആദ്യ ഘട്ടം മുതൽക്ക് തന്നെ സ്വഭാവ ദൃഢത പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ലേൺ ടു സേ നോ whenever it is appropriate. ഇത് ഡോക്ടർമാർക്ക് കഴിയാതെ പോകുന്ന ഒരു പ്രശ്നമാണെന്നുള്ളതാണ് സത്യം. 8 മണി വരെ നിങ്ങൾ ജോലി ചെയ്യുന്നു. 8 മണിക്ക് നിങ്ങൾ ജോലി അവസാനിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ വിവാഹത്തിന്റെ സൽക്കാരത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. 8:05 നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഒരു രോഗി വരികയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീവ്രമായ നടുവേദന എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പൊ ഇവിടെ എന്ത് നിലപാടെടുക്കണം? അതിനകത്ത് നൈതികമായ വിഷയങ്ങളുണ്ട്, നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമുണ്ട്. ഇവിടുത്തെ ഒരു നൈതിക ബോധം മാത്രം മനസ്സിൽ വെച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടർ ആരോഗ്യം കാണുക എന്നുള്ളത്. പക്ഷെ ഇവിടെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം കൂടെ മനസ്സിൽ കാണുന്നത്. ഡോക്ടർമാർ കുറവുണ്ടായിരുന്ന, ഒരുപക്ഷെ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു നഗരത്തിൽ ഒരു ഡോക്ടറോ 2 ഡോക്ടറോ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഡോക്ടർ ചെയ്യേണ്ടിയിരുന്ന ഒരു ധർമ്മവും ഓരോ ചതുരശ്ര അടിയിലും ഒന്നിലധികം ഡോക്ടർമാരുള്ള ആധുനിക കാലഘട്ടത്തിലെ ഒരു ഡോക്ടറുടെ ധർമ്മവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊരു എമർജൻസി അല്ല എന്ന് തോന്നുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ രോഗിയെ കാണാതിരിക്കാനുള്ള അവകാശം. പക്ഷെ അതൊരു എമർജൻസിയാണ്, ഒരു ജീവഹാനി വരുന്ന ഒരു സംഗതിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗിയെ കാണുക എന്നുള്ളത് തന്നെയാണ് ഒരു ഡോക്ടറുടെ ധർമ്മം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് തീരുമാനിക്കാം. 6 മണി വരെ ഞാൻ ജോലി ചെയ്യുകയുള്ളൂ, നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അത് ഈ കരിയറിന്റെ ആദ്യ ഘട്ടം തന്നെ അങ്ങനെ തീരുമാനിക്കുക. എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഈ സമയത്ത് കാണാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് തീർച്ചയായിട്ടും ആദ്യം തന്നെ നമുക്ക് വ്യക്തമാക്കാം. ആദ്യഘട്ടത്തിൽ, കരിയറിന്റെ ആദ്യഘട്ടത്തിൽ ഒരുപാട് സമയം ജോലി ചെയ്ത് എല്ലാവരെയും കണ്ട് അർദ്ധരാത്രി വരെ രോഗികളെ നോക്കിയിട്ട് പിന്നീട് അതിലൊരു മാറ്റം വരുത്തുമ്പോൾ നിങ്ങളുടെ രോഗികളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം വരുന്നത് സ്വാഭാവികമാണ്. കാരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവകാശം പെട്ടെന്ന് ഇല്ലാതെയാവുമ്പോൾ മനുഷ്യർ ആരായാലും അസ്വസ്ഥരാകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അസർട്ടീവ്നെസ് കരിയറിന്റെ തുടക്കം തൊട്ട് തന്നെ ഉണ്ടാകേണ്ടത് നല്ലതാണ്. ഇനി ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് വന്നതിന് തുടർന്ന് ഇവിടെയുള്ള തിരക്കുകളൊക്കെ മൂലം നിങ്ങൾ പെട്ടിക്കകത്ത് കൂട്ടിവെച്ച ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. നിങ്ങളുടെ കലാപരവും സാഹിത്യപരവും നേതൃപരവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ പതുക്കെ പൊടി തട്ടിയെടുക്കുക. ദിവസത്തിൽ 1 മണിക്കൂർ സമയമെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റീവ് പെർസ്യൂട്ട്സിന് വേണ്ടി, നിങ്ങളുടെ ഹോബീസിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പ്രായം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആസ് യു ഗ്രോ ഓൾഡ് കട്ട് യുവർ വർക്കിംഗ് ടൈം. നിങ്ങൾ ജോലി ചെയ്യുന്ന മണിക്കൂറുകൾ ക്രമേണ ഘട്ടം ഘട്ടമായിട്ട് കുറച്ചുകൊണ്ട് വരിക. അങ്ങനെ ചെയ്താൽ ഒരു ഗുണം, എത്ര വയസ്സായാലും നിങ്ങൾക്ക് ജോലി ചെയ്യാം. പക്ഷെ നിങ്ങളുടെ സമയത്ത് മാത്രം, നിങ്ങളുടെ ടേംസ് അനുസരിച്ച് മാത്രം. നിങ്ങൾക്ക് 3 മണിക്കൂർ നേരം രാവിലെ രോഗികളെ നോക്കാൻ താല്പര്യം തോന്നുന്നുള്ളൂ എങ്കിൽ അത്ര സമയം മാത്രം ജോലി ചെയ്യുക. ബാക്കിയുള്ള സമയം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെലവഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തൊഴിലുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നില്ല. അതേസമയം നിങ്ങളുടെ തൊഴില് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു സമ്മർദ്ദമായിട്ട് മാറുന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഇതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ബിൽഡ് എ വെരി സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം. നല്ല ഒരു സാമൂഹിക പിന്തുണ നിങ്ങൾ ഒരുക്കിയെടുത്തിരിക്കണം. ഇതിന് ചെയ്യാവുന്ന ഒരു കാര്യം, ഹാർവാർഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റഡി 1938 തുടങ്ങി ഇപ്പോഴും തുടരുന്ന ആ ഒരു പഠനം മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ ആയുസ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് ഇറ്റ് ഇസ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് വിച്ച് യു ഡെവലപ്പ് ഇൻ യുവർ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് എന്നതാണ്. കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും നിങ്ങൾ വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരം നിങ്ങളുടെ ആയുർദൈർഘ്യം കൂട്ടുന്നു. ഏറ്റവും കൂടുതൽ മദ്യം ഉപേക്ഷിക്കുന്നതിനേക്കാളും, വ്യായാമം ചെയ്യുന്നതിനേക്കാളും, ഭക്ഷണം ക്രമീകരിക്കുന്നതിനേക്കാളും, പുകവലി വർജിക്കുന്നതിനേക്കാളും കൂടുതലായി നിങ്ങളുടെ ആയുർദൈർഘ്യം കൂട്ടുന്നത് ഈ വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരമാണെന്ന് പറയുന്നത്. ഇത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട്. നമുക്ക് പഴയ സുഹൃത്തുക്കളെ തിരഞ്ഞ് കണ്ടെത്തി അവരെ ചേർത്ത് നിർത്താനൊക്കെ സാധിക്കും.
ഞാൻ പറയാറുണ്ട്, ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് 5 ഗ്രൂപ്പ് ഫ്രണ്ട്സ് എങ്കിലും വേണം. തൊഴിലിടത്തിൽ കുറച്ച് ഫ്രണ്ട്സ് വേണം, അയൽപക്കത്ത് കുറച്ച് നല്ല സുഹൃത്തുക്കൾ വേണം, ബന്ധുക്കളുടെ ഇടയിൽ ചില നല്ല സുഹൃത്തുക്കൾ വേണം, കോളേജിൽ പഠിച്ചിരുന്ന പഴയ സഹപാഠികൾ, പല പല സ്ഥലത്ത് ജോലി ചെയ്യുന്ന ലോകത്തിന്റെ പല ഭാഗത്തുള്ള അവരിൽ ചില ആൾക്കാരുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തണം. സ്കൂളിൽ പഠിച്ചിരുന്ന കുറച്ച് കൂട്ടുകാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിലനിർത്തണം. കാരണം എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി ജോലി സ്ഥലത്ത് ഒരു പ്രശ്നം വരുന്നു, ഒരു പ്രതിസന്ധി വരുന്നു, ജോലി സ്ഥലത്തെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ അസ്വാരസ്യത്തിലാവുന്ന ഒരു ഘട്ടം വന്നാൽ നിങ്ങൾക്ക് മറ്റു സൗഹൃദങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെ, നമ്മള് വീട്ടിൽ വന്നിരുന്ന താടിക്ക് കൈയും കൊടുത്തിരുന്ന് ആലോചിച്ചിട്ട് ഇത് എന്തുകൊണ്ട് പറ്റി, എന്റെ കുറ്റമാണോ അവരുടെ കുറ്റമാണോ? എന്റെ കുറ്റമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ വരെ തോന്നിയേക്കും. അവരുടെ കുറ്റമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു വൈരാഗ്യ ബുദ്ധിയായിട്ടത് പരിണമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് രണ്ടുമല്ലാതെ വീട്ടിനടുത്തുള്ള നല്ലൊരു അയൽവാസിയായ സുഹൃത്തിനോട് നമ്മളൊരു 5 മിനിറ്റ് പോയി നമ്മുടെ ഈ ജോലിയുമായി ഒന്നും ബന്ധമല്ലാത്ത മറ്റെന്തോ ഒരു കാര്യം സംസാരിക്കുന്നു, അയാൾ ഇങ്ങോട്ട് വളരെ ഊഷ്മളമായിട്ട് പെരുമാറുന്നു, ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ മനസ്സിന്റെ സമ്മർദ്ദം ഒന്ന് അലിഞ്ഞു പോകും. ലോകത്ത് നമ്മളെ ആവശ്യമുള്ള ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൗഹൃദങ്ങൾ നിലനിർത്തുക, ഈ സൗഹൃദങ്ങൾ വിട്ടുപോകാതെ സൂക്ഷിക്കുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രയാസം വന്നാൽ മനസ്സ് തുറന്ന് എന്തും പറയാൻ കഴിയുന്ന കുറച്ച് സുഹൃത്തുക്കളെ വളർത്തിയെടുക്കുക. ആൻഡ് ഓപ്പൺ അപ്പ് ടു ദം whenever you feel stressed. ആ ഒരു ഓപ്പണിംഗ് അപ്പ് നിങ്ങൾക്ക് വലിയൊരു റിലീഫ് പകരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതോടൊപ്പം ഡോക്ടർമാർക്ക് ഏറ്റവും പ്രശ്നമുള്ള ഒരു ഏരിയ ടൈം മാനേജ്മെന്റ് ആണ്. ഈ ടൈം മാനേജ്മെന്റും തുടക്കം തൊട്ടേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ദിവസം എത്ര സമയം ജോലി ചെയ്യണം, ബാക്കി സമയം എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം, അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ഓരോ ദിവസവും രാത്രി നാളെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ അത് ഒരുപാട് സ്ട്രെസ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇനി കുടുംബ ജീവിതവും കുട്ടികളുമായിട്ടുള്ള ബന്ധവും, ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴും പൊതുവെ പറയാറുണ്ട്, ഈ വർക്കഹോളിക്, പെർഫെക്ഷനിസ്റ്റ്, കമ്പൾസീവ് ഡോക്ടർ ഹു ഹാസ് നോ ടൈം ഫോർ സ്പൗസ് ഒരു ഡോക്ടർമാരുടെ ഇടയിലെ ഒരു പ്രോട്ടോടൈപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം ജോലിയിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്ന, ജോലിയിൽ പൂർണ്ണമായിട്ട് മുഴുകി ജോലിയുമായി രമിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റൊന്നിനും സമയമില്ലാത്ത, എല്ലാം സമ്പൂർണമായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും പിടിവാശിയുമുള്ള ഒരു വ്യക്തി. പ്രൊഫഷണൽ മേഖലയിൽ അദ്ദേഹം വലിയ വിജയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്പൗസിനോട്, ജീവിത പങ്കാളിയോട് ചോദിച്ചു നോക്കുക, അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഫോർ ഡോക്ടേഴ്സ്, ട്രീറ്റ് യുവർ സ്പൗസ് ആസ് ദ VIP ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ VIP ഉള്ളൂ, that should be your spouse, because always a loved spouse is invariably going to be a loving spouse. സ്നേഹം അങ്ങോട്ട് നൽകി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് സ്നേഹം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സോ ഫൈൻഡ് ഔട്ട് ടൈം ഫോർ യുവർ സ്പൗസ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് പാരന്റിങ് ആണ്. പൊതുവെ ഡോക്ടർമാരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് എന്നൊക്കെ സമൂഹത്തിന്റെ ചില മേഖലകളിൽ സംസാരമുണ്ട്. പക്ഷെ നമുക്കറിയാം, ഡോക്ടർമാരുടെ മക്കൾ പലപ്പോഴും വളരെ ഉന്നതമായ ലെവലിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ടെന്നുള്ളതാണ്. ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ ജോലി തിരക്കിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ യു ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ഓർ ഇനഫ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ കിഡ്സ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഈ പ്രൊഫഷണൽ പീക്കിൽ നിൽക്കുന്ന സമയത്ത് കുട്ടികളുടെ നിസ്സാരമായിട്ടുള്ള ചില ആവശ്യങ്ങൾ അത് നിറവേറ്റി കൊടുക്കാനോ, വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവർക്ക് കുറച്ച് സന്തോഷം കൊടുക്കാനോ ഒന്നും നിങ്ങൾക്ക് കഴിയാതെ വന്നു കഴിഞ്ഞാൽ ഇമോഷണലി യുവർ കിഡ്സ് വിൽ സ്റ്റാർട്ട് ഡിസ്റ്റൻസിങ് ഫ്രം യുവർസെൽഫ്, ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ബിഗസ്റ്റ് ട്രാജഡി ഓഫ് യുവർ ലൈഫ്. അതൊരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ദിവസവും ഒരു തവണ നേരമെങ്കിലും കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കുക, അരമണിക്കൂറെങ്കിലും അവർക്ക് പറയാനുള്ളത് കേൾക്കാനായിട്ട് സമയം കൊടുക്കുക. ഡോണ്ട് അഡ്വൈസ് ദം ഡ്യൂറിങ് ദാറ്റ് ടൈം, ജസ്റ്റ് ലിസൺ ടു ദം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുപോവുക കുട്ടികളെ. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഔട്ടിങ്ങിന്, ഒരു ദൂര സ്ഥലത്തേക്കുള്ള ഒരു ഹോളിഡേ പോലത്തെ ഒരു സംഭവം. കാരണം ജീവിതത്തിന്റെ അനവധി ലക്ഷ്യങ്ങളിൽ ഒന്ന്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇസ് ടു ക്രിയേറ്റ് സം മെമ്മറീസ്. കുറച്ച് ഓർമ്മകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കാരണം നാളെ ഒരു കാലത്ത് കയ്യും കാലും അനക്കാൻ വയ്യാതെ കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യം വന്നാൽ പോലും തിരിഞ്ഞു നോക്കുമ്പോൾ
മനസ്സിനൊരു ആഹ്ലാദം നൽകുന്ന കുറേയധികം ഓർമ്മകൾ ഉണ്ടെങ്കിൽ അത് ജീവിതത്തെ മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. പലപ്പോഴും തിരക്കുള്ള ഡോക്ടർമാരുടെ ഓർമ്മകൾ വളരെ നിറം മങ്ങിയ ഓർമ്മകളായിരിക്കും. കാരണം അവരുടെ ജോലി സ്ഥലത്ത് ഉള്ള ഓർമ്മകൾ മാത്രമായിരിക്കും, അതിനൊരു ഏകദാന സ്വഭാവം മാത്രമായിരിക്കും. പക്ഷെ ബഹുമുഖമായിട്ടുള്ള ഓർമ്മകൾ, വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജം തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ഈ ഒരു ടോക്ക് 10 കാര്യങ്ങൾ, 10 പോയിന്റ്സ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 10 commandments for a practicing doctor. Number 1, you should not expect someone else to reduce your stress. നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, നാട്ടുകാരുടെ ഉത്തരവാദിത്വമല്ല. നമ്പർ 2, you should not resist change. മാറ്റം എന്നത് അനിവാര്യമാണ്. അത് ലോകത്തിന്റെ കാര്യത്തിലാണെങ്കിലും മെഡിക്കൽ പ്രാക്ടീസിന്റെ കാര്യത്തിലാണെങ്കിലും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലാണെങ്കിലും. അപ്പോ നിങ്ങൾ പ്രായം കൂടി വരുന്ന മുറയ്ക്ക് യങ്ങായിട്ടുള്ള ഒരാൾ ഉയർന്നു വന്നേക്കാം. അക്സെപ്റ്റ് ഇറ്റ്, mentor that person, derive some pride and privilege in his success. തീർച്ചയായിട്ടും വളരെയധികം നിങ്ങൾക്ക് സ്ട്രെസ് കുറയ്ക്കുന്ന ഒരു കാര്യമായിരിക്കും. മൂന്നാമത്, പാഴായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെ ലക്ഷ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാതിരിക്കുക. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നേരം രാഷ്ട്രീയ തർക്കങ്ങൾ നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും ഇൻകോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അധികം സമയം കളയാതിരിക്കുക. നമ്പർ 4, അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഹോളി ഫോർ യു. നിങ്ങൾക്ക് പ്രാധാന്യമുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ വിലമതിപ്പുള്ളത് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുക. യുവർ ഫാമിലി, യുവർ ക്ലോസ് സർക്കിൾ, യുവർ കിഡ്സ്, അതിന്റെ പ്രയോറിറ്റി അതിന് തന്നെ കൊടുക്കുക. 5, അണ്ടർസ്റ്റാൻഡ് യുവർ ലിമിറ്റേഷൻസ്. ഇവിടെ ഒരിക്കലും ഒരു മനുഷ്യൻ എത്ര പ്രഗത്ഭനായ ഡോക്ടർ ആണെങ്കിലും ശരി, എത്രയൊക്കെ പാടി പുകഴ്ത്തപ്പെടുന്ന ഒരു ഡോക്ടർ ആണെങ്കിലും ശരി, എത്ര മഹാനായ ഒരു ഡോക്ടർ ആയാലും, എത്രയധികം പേരും പെരുമയുള്ള ഒരു ഡോക്ടർ ആയാലും അയാൾക്ക് പരിമിതികൾ കാണും, ഉറപ്പാണ്. കാരണം നമ്മുടെ ജോലിയിൽ 100% നമ്മൾ തികഞ്ഞ ആളുകളാണെങ്കിൽ നമുക്ക് വളർച്ചയ്ക്ക് സാധ്യതയില്ല. പക്ഷെ ഏത് ഡോക്ടർ ആണെങ്കിലും ശരി, എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ, അബദ്ധങ്ങൾ, ഒരുപക്ഷെ നോട്ടപ്പിശകുകൾ എന്നൊക്കെ നമുക്ക് പറയാവുന്നത് പലതും ജീവിതത്തിൽ ഇടയ്ക്കിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോ ഇന്നലെ ഒരുപക്ഷെ ആ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് തോന്നിക്കുന്ന ഒരുപാട് അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദിവസേന സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിച്ച രീതിയുടെ ഒരു ടോണിന്റെ ഒരു സവിശേഷത കൊണ്ട് അയാൾക്കൊരു മനപ്രയാസം വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ പിറ്റേ ദിവസം ആലോചിക്കുമ്പോഴായിരിക്കും ശരിയാണ്, ഇങ്ങനെ ഒരു മാറ്റം വരുത്താമായിരുന്നു. സോ അണ്ടർസ്റ്റാൻഡ് യുവർ ലിമിറ്റേഷൻസ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രോഗിയെ ചികിത്സിക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നിയാൽ റെഫർ ഹിം ടു യുവർ കോമ്പിറ്റന്റ് കൊളീഗ്. ഒരു തരത്തിലും ഒരു കുറവായിട്ട് വിചാരിക്കരുത്, എസ്പെഷ്യലി ഫോർ ദ യങ്സ്റ്റേഴ്സ്. ഈ തുടക്കത്തിലൊക്കെ ഏതെങ്കിലും ഒരു രോഗി നിങ്ങളോട് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ ചികിത്സ ശരിയാകുന്നില്ല, ഐ കനോട്ട് കണക്ട് വിത്ത് യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. പക്ഷെ ഇപ്പോ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ മനസ്സിലാകുന്നത് ലോകത്ത് എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. നോ നീഡ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ താല്പര്യത്തെ ബഹുമാനിക്കുക. റെഫർ ടു യുവർ കോമ്പിറ്റന്റ് കൊളീഗ്. ഇറ്റ്സ് ഓക്കെ. കാരണം ആ ഒരു പേഷ്യന്റിന്റെ വെൽഫെയർ ആണല്ലോ ഏറ്റവും പ്രധാനം. അപ്പൊ അതിനകത്ത് യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യം. അടുത്ത പോയിന്റ്, യു ഷുഡ് നോട്ട് വർക്ക് അലോൺ. ബിൽഡ് എ ടീം ആൻഡ് ബി എ ടീം പേഴ്സൺ. മറ്റുള്ളവരുടെ തലയിൽ കയറി ഞാൻ മാത്രമാണ് മഹാനെന്ന് കാണിക്കാനുള്ള തരത്തിലുള്ള ശ്രമങ്ങളൊന്നും നടത്താതെ ഒരു സംഘത്തിന്റെ ഭാഗമായി, ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി, ആ ഗ്രൂപ്പിൽ നമ്മുടെ സ്കിൽസിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ അവരുടെ സ്കിൽസിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിച്ച് വളരാൻ അനുവദിക്കുക. ഈ ഒരു അപ്രോച്ചിൽ മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. യു ഷുഡ് നോട്ട് കിൽ യുവർ സെൽഫ് ഓർ അനദർ പേഴ്സൺ. ഈ പറയുന്നതിന് വലിയ പ്രസക്തിയുണ്ട്. അവനവന്റെ ജീവനും എടുക്കരുത്, മറ്റൊരാളുടെ ജീവനും എടുക്കരുത്. മറ്റൊരാളുടെ ജീവൻ ഡോക്ടർ എടുക്കില്ല, ഉറപ്പാണ്. പക്ഷെ അവനവന്റെ ജീവൻ എടുക്കുന്ന ഒരു പ്രവണത വളരെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും, കാരണം നമുക്ക് മറ്റ് മാർഗങ്ങൾ നോക്കാവുന്നതാണ്. യു ഷുഡ് നോട്ട് വർക്ക് ഹാർഡ് ബട്ട് യു ഷുഡ് വർക്ക് സ്മാർട്ട്. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ.
കഠിനമായി അധ്വാനിച്ച് ഉള്ള സമയം അത്രയും ഒരു ദിവസത്തിൽ 20 മണിക്കൂർ നേരം അധ്വാനിക്കുന്നതിനേക്കാൾ നല്ലത് 6 മണിക്കൂറോ 8 മണിക്കൂറോ ആ സമയം കൊണ്ട് പരമാവധി നമ്മുടെ കഴിവുകൾ ലോകത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഫൈൻഡ് ജോയ് ആൻഡ് മാസ്റ്ററി ഇൻ യുവർ വർക്ക്. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ കൂടുതൽ വൈദഗ്ധ്യം നേടുക. ആ വൈദഗ്ധ്യത്തിലൂടെ അതിലെ ഏറ്റവും നല്ല, അത് പലതരത്തിലാകാം, ഒരു ക്ലിനിക്കൽ വർക്കിലാകാം, റിസർച്ചിലാകാം, മറ്റെന്തെങ്കിലും മേഖലകളിലുമാകാം, അവിടെ ഏറ്റവും ഉയരത്തിലേക്ക് പോവുക. ആ ഒരു മാസ്റ്ററിയുടെ ഒരു ഭാഗമാണ് നേരത്തെ പറഞ്ഞ മെന്ററിങ് എന്ന സംഭവം. യുവതലമുറയിൽപ്പെട്ട ആളുകളെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുക, അവർക്കൊരു കൈത്താങ്ങ് നൽകുക, അവർക്കൊരു ദിശാബോധം കൊടുക്കുക, ഗൈഡ് ദം ആൻഡ് എൻജോയ് ദെയർ സക്സസ്. അവര് വളർന്നു വരുന്നതിൽ നിങ്ങൾക്കും ഒരു സംഭാവന ഉണ്ടല്ലോ എന്നുള്ളത് എഗെയിൻ അത് നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കും. ഒടുവിൽ അവസാനത്തെ പോയിന്റ്, യു ഷുഡ് ബി എ ലൈഫ് ലോങ് ലേണർ ഹു ഹാസ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ജീവിതകാലം മൊത്തം പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മെഡിക്കൽ സയൻസ് എപ്പോഴും അങ്ങനെയാണ്, പുതിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തന്ന വ്യക്തികളെ നന്ദിപൂർവ്വം സ്മരിക്കുക. ആ ഒരു കാര്യം കൂടെ ചെയ്തുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ എപ്പോഴും നന്ദിപൂർവ്വം സ്മരിക്കുന്നത് തിരുവനന്തപുരം മെന്റൽ ഹെൽത്ത് സെന്ററിന്റെ സൂപ്രണ്ടായിരുന്ന ഡോക്ടർ അബ്ദുൾ ബാരി സാർ. ഒരിക്കലും മറക്കാനാകാത്ത, ഞാനും സുരേഷ് ജിയും ഒക്കെ ചെന്ന് ജോയിൻ ചെയ്യുന്ന സാറിന്റെ അടുത്തേക്കാണ് അല്ലെ, ഒരിക്കലും മറക്കാനാകാത്ത. കാരണം എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ യുവാക്കളോട്, ചെറുപ്പക്കാരോട് പെരുമാറാൻ കഴിയുന്നത് എന്ന് വിസ്മയം തോന്നിയിട്ടുണ്ട്. പക്ഷെ സാറ് സൂപ്രണ്ടായിരുന്ന സമയത്ത് സാറിന് തിരക്ക് വരുമ്പോൾ, മറ്റ് ഔദ്യോഗിക പരിപാടികൾക്കൊക്കെ പോകേണ്ടി വരുമ്പോൾ സാറിനെ വിളിക്കുന്ന പല വേദികളിലേക്കും അന്നത്തെ വളരെ ചെറുപ്പക്കാരനായിരുന്ന എന്നെ സാറ് പറഞ്ഞു വിട്ടിട്ടുണ്ട് ആത്മവിശ്വാസത്തോടെ. ഒരിക്കൽ എനിക്ക് ഓർമ്മയുള്ളത്, ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ ഒരു ട്രെയിനിങ് നടക്കുന്നു തിരുവനന്തപുരത്ത്. ഞാനന്ന് 30 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയേക്കാൾ വളരെ പരിതാപകരമായ ഒരു സ്ഥിതി. അപ്പോ സാർ എന്റെ അടുത്ത് പറഞ്ഞു, അരുൺ, നാളെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഒരു ക്ലാസ് എടുക്കണം. ഞാൻ ആരാണ് ഓഡിയൻസ് എന്ന് ചോദിച്ചു. ജഡ്ജസ് ആണ്. ഞാൻ വിറച്ചുപോയി. ഞാൻ പറഞ്ഞു, സാറേ, എന്നെ പോലെ ഒരാൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സാരമില്ല, നിങ്ങൾ സ്ഥിരം പറയുന്ന പോലെ പറഞ്ഞാൽ മതി, യു ക്യാൻ ഡു ഇറ്റ്. അപ്പൊ ആ ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട് മഹാനായ സാറ് പറഞ്ഞ ആ ഒരു 2 വരി, അത് പകർന്നു തന്ന ഒരു കോൺഫിഡൻസ്, അത് ഒരിക്കലും മറക്കാനാകില്ല. അതേപോലെ തന്നെ എന്റെ സൈക്യാട്രി പ്രൊഫസറായിരുന്ന ഡോക്ടർ അനിൽകുമാർ TV സാർ, അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴയാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തി എനിക്കും ഒരുപാട് വാതിലുകൾ തുറന്നു തന്ന ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, എണ്ണമറ്റ അസംഖ്യം ആളുകളുണ്ട്. ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റ് ടു ബി ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ്. കാരണം ഒരിക്കലും നെവർ തിങ്ക് ദാറ്റ് യു ആർ എ സെൽഫ് മെയ്ഡ് മാൻ. കാരണം ബിഹൈൻഡ് ദ സക്സസ് ഓഫ് എവറി സെൽഫ് മെയ്ഡ് മാൻ ദർ ഇസ് ദ സെൽഫ്ലെസ് കോൺട്രിബ്യൂഷൻ ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് സോൾസ് ഹു ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഇൻ റിട്ടേൺ. അപ്പൊ ഈ വന്ന വഴി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടുകൂടെ ഇരിക്കുകയാണ്. പിന്നെ ഒരു പോയിന്റും കൂടെ ഉണ്ട്, അത് ഞാൻ വെറുതെ പറഞ്ഞ് ഈ സിറ്റുവേഷൻ ഡാർക്ക് ആകുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ മരണവുമായിട്ട് പൊരുത്തപ്പെടാം എന്ന ഒരു സാധനമാണ് ഞാനിപ്പോ കൂടുതലായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഹൗ ടു കം ടു ടേംസ് വിത്ത് ഡെത്ത്, ഹൗ ടു അക്സെപ്റ്റ് ഡെത്ത് ഗ്രേസ്ഫുള്ളി, എങ്ങനെ ഗ്രേസ്ഫുൾ ആയിട്ട് ഈ ലോകത്തുനിന്ന് എക്സിറ്റ് അടിച്ചു പോകാം എന്നുള്ളതാണ്. ഇത് വായിക്കുന്നത് എന്തിനാണെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു സംഭവം ആ ഒരു രീതിയിൽ കൂടെ നമ്മുടെ മനസ്സിനെ ഒന്ന് ഫിലോസഫൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഗ്രൗണ്ടഡ് ആകും എന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ കിടന്ന് കാണിക്കുന്ന അക്രമങ്ങൾക്കൊന്നും, അല്ലെങ്കിൽ ഈ സോക്കോൾഡ് അല്ലെ വലിയ കാര്യങ്ങൾക്കൊന്നും വലിയ ആയുസൊന്നുമില്ല. The world will comfortably exist even after you exit എന്നൊരു ഇൻസൈറ്റ് ഒരുപാട് ഗ്രൗണ്ടഡ് ആകാൻ നമ്മളെ സഹായിച്ചേക്കും. അങ്ങനെ ഗ്രൗണ്ടഡ് ആയ ഒരു ഗുണമുണ്ട്, നമുക്ക് ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് നമ്മളെ ടച്ച് ചെയ്യില്ല. കാരണം ആഫ്റ്റർ ഓൾ അല്ലെ, തലയിൽ തേങ്ങ വീണാൽ മരിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് നിങ്ങൾ എന്ന് മനസ്സിലാവുന്നതോടുകൂടി കുറെ അധികം പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ മാറാനും സാധ്യതയുണ്ട്. So thank you very much for your very patient listening and my sincere gratitude to Sagar sir, the authorities of KGMOA, IMA and IPS for giving me this great opportunity. Thank you very much.
Thank you, Arun sir. Thank you so much for this wonderful session. The 10 commandments are the take home message, and hopefully this is the guiding spirit, and this is just the beginning, hopefully. And thank you so much again for this session. Questions are being സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള സമയമാണ്. ഡൗട്ട്സ് തീർച്ചയായും ചോദിക്കാം. അരുൺ സാർ പോകുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ പ്രിയപ്പെട്ട മെമ്പേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യാം. First of all, let me congratulate Dr. Arun Nair, Professor of Psychiatry. വളരെ എലക്വന്റ് ആയിട്ടുള്ള ഒരു സ്പീക്കറാണ്. വളരെ നമ്മളെ അദ്ദേഹത്തിൽ തൊടുന്ന രീതിയിൽ തന്നെ അദ്ദേഹം നമ്മോട് സംസാരിക്കുകയുണ്ടായി. താങ്ക് യു സോ മച്ച്. ഒരു ചോദ്യം, ഫിസിഷ്യൻസ് സൂയിസൈഡ്, അൺഫോർച്ചുനേറ്റ്ലി വി ലോസ്റ്റ് അവർ കൊളീഗ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് അല്പനേരം സംസാരിക്കാമോ? നമുക്ക് എങ്ങനെ ഇത് തിരിച്ചറിയാൻ കഴിയും, ഒരു പ്രതിസന്ധി തടഞ്ഞു ചെയ്യാൻ കഴിയും, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? താങ്ക് യു. Thank you, sir, for that very relevant question. പലപ്പോഴും വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു ചോദ്യവും ഒരു റിയാലിറ്റിയുമാണ് ഇത്. കാരണം we have lost so many of our friends, colleagues, seniors over the last few years to suicide. Even despite giving them mental health care which we thought could help them, we have lost them. അതില് 2-3 പ്രശ്നങ്ങളുള്ളത്. ഒരു ബീയിങ് എ ഫിസിഷ്യൻ, നേരത്തെ പറഞ്ഞ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. The possibility of a physician being socially isolated is very high compared to other professions. Number 2, ഈ വർക്ക് പ്ലേസിൽ എക്സ്പെർട്ടീസ് കൂടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും വളരെ ഹൈലി അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ഇവന്റ്സ് പോലും ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതായിരിക്കും. They may communicate it, but we may not perceive it as something very serious. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ അതൊരു വലിയ പ്രശ്നമായിരിക്കും. പക്ഷെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ എന്താണ് കുറവുള്ളത്, അദ്ദേഹത്തിനെല്ലാം ഉണ്ടല്ലോ, ഒരു ചെറിയ പ്രശ്നമല്ലേ, നമുക്കതിനെ നിസ്സാരവൽക്കരിക്കാനുള്ള ഒരു പ്രവണത വരാനുള്ള സാധ്യതയുണ്ട്. And again, of course, ഈ stigma associated with seeking help, that is another very important problem. കാരണം ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമൂഹം അറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ തുടർന്നുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഉള്ളൊരു കൺസേൺ, അത് ഫിസിഷ്യൻസിന്റെ ഇടയിലും അത് വളരെയധികം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ നാച്ചുറലി മറ്റൊരു കാര്യം, ആസ് ഡോക്ടേഴ്സ് നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രയാസങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് എന്നുള്ള ഒരു ചോദ്യം കൂടി ഇതിനോടൊപ്പം. അതും കുറച്ചൊരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. കാരണം we are hesitant to open our mind. We are probably hesitant to accept the fact that we are going through a difficult phase in life, because probably we consider that as a weakness as a person.
അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് പൂർണ്ണമായ അർത്ഥത്തിൽ തുറന്നു പറയാനോ അല്ലെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും അതിന്റെ സത്യം അതിന്റെ യാഥാർത്ഥ്യം പറയാനോ പറ്റണമെന്നില്ല. ആൻഡ് ആസ് സൈക്യാട്രിസ്റ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗപ്പോഴാണ് വി ഷുഡ് അഡ്മിറ്റ് ഓൺ ദാറ്റ് ഓൾസോ. വി ഓൾസോ ഈ ഒരു ഫിസിഷ്യൻ ഇങ്ങനെ ഒരു പ്രശ്നവുമായിട്ട് വരുമ്പോൾ വി തിങ്ക് ദാറ്റ് they will take care of them better in a responsible way. But we should understand one reality, that doctors are the worst patients or the poorest patients in terms of compliance to treatment and other things. So, I was also a patient for a prolonged period of time due to something related to my stomach. I was a very poor patient. My adherence കാര്യങ്ങളെല്ലാം വളരെ വളരെ മോശമായിരുന്നു. പക്ഷെ അവസാനം ഐ വാസ് ഡ്രോൺ ടു എ കോർണർ, വേറെ നിവർത്തിയില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് ഐ സ്റ്റാർട്ടഡ് ടു അറ്റംപ്റ്റ് ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ് അറ്റ് ലീസ്റ്റ്. ഇതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതിനോടൊപ്പം ഒരു പോയിന്റും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡോക്ടർ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ചും ഹെൽത്ത് സീക്കിങ്ങിനെ കുറിച്ചും ഇത്രയധികം സ്റ്റിഗ്മ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, പ്രോബബ്ലി ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ് അബൌട്ട് മെന്റൽ ഹെൽത്ത് properly during the student phase. ഒരു സത്യമാണ്. ഞാൻ എൻ്റെ ജൂനിയേഴ്സിനോടും സീനിയർ റെസിഡൻസിനോടും PGസിനോടും ഒക്കെ പറയും, UG സ്റ്റുഡൻസ് പോസ്റ്റിങ്ങിന് വരുമ്പോൾ 2 ആഴ്ചയിൽ 4 ആഴ്ചയിൽ spend sufficient time to educate them about mental illness treatment so that the stigma can be removed either from their mind. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഇന്നത്തെ കരിക്കുലം പ്രകാരം സൈക്യാട്രി ഒരു ദിവസം പോലും അറ്റൻഡ് ചെയ്തില്ലെങ്കിലും എ പേഴ്സൺ ക്യാൻ ബിക്കം എ ന്യൂറോളജിസ്റ്റ് ഓർ എ കാർഡിയോതൊറാസിക് സർജൻ ഓർ എൻ ഓങ്കോളജിസ്റ്റ്. പക്ഷെ ദ സ്റ്റിഗ്മ അബൌട്ട് മെന്റൽ ഇൽനസ് ആൻഡ് സൈക്യാട്രി ക്യാരീസ് ഇൻ ടു ഹിസ് പ്രൊഫഷൻ ആൻഡ് ഹി വിൽ റേഡിയേറ്റ് ഇറ്റ് ടു ഹിസ് പേഷ്യൻസ് in his personal life and in his interactions with his family members and peers. That is another very important thing we may have to do to destigmatize mental health and psychiatry among doctors. If that is done, these doctors themselves will destigmatize the issues related to mental health among the larger public. Thank you, sir. Thank you so much, sir. Any ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. I think this is probably the best talk of Arun Nair I have heard, and I have heard about, and he knows I do not praise easily. Okay, and this question is a bit reductionistic, and I think you've answered it. Out of the 10 commandments, which would, suppose you're only allowed to say 2 or 3, because which ones would you agree with? And as far as your point about health professionals being, there are studies saying that our stigma is much higher. I was just wondering, and I'm glad you're focused on undergraduate teaching, whether we have got it wrong, because most of us from our undergraduate days will remember nurses, I find, are very stigmatized because, and apologies to people working in mental hospitals, but there is patients who cannot be helped, so you have the 0.01% type of patients across the whole psychiatry spectrum, and this stays in the mind of the undergraduate, and we do not take them enough for the adjustment disorders or the shall we say non-ulcerative dyspepsia who is just lying in the ward after, we don't take them to see the boring cases, because really that's what most of the work we do, they're just very normal everyday people. So I think we need to relook at undergraduate teaching. But again, a wonderful, I was just listening, I don't think many people can do history and go from very, in inverted commas, try things like rights and then finish with a very comprehensive and at the same time clear, directions as far as how to take care of ourselves. Thank you. Thank you, ma'am, for those very kind words. Madam പറഞ്ഞ ആ 10 കമാൻഡ്മെന്റ്സിൽ 2 or 3 എണ്ണം മാത്രം മനസ്സിലാക്കാൻ പറ്റിയാൽ, number 1, I would put it
as you should be part of a team. That is most important, I feel. Number 2 is understand your limitations. And third would be continue to learn and have an attitude of gratitude. In that order, that would be my 3 things. പിന്നെ ആ പറഞ്ഞ ആ ഒരു സംഭവം മാഡം ആ ലാസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത സംഭവം ശരിയാണ്. കാരണം എന്റെ ക്ലാസ്മേറ്റ്സ് പോലും ഡ്യൂറിങ് അവർ സൈക്യാട്രി പോസ്റ്റിംഗ് we are sent to mental hospital and we saw some of the chronic patients പോകുന്ന വാർഡിന്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണ്. ആൻഡ് മെനി ഓഫ് ദം, ഞാൻ ഈ സൈക്യാട്രി എടുത്തു എന്ന് കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞൊരു സംഗതിയാണ് ഇങ്ങനത്തെ ആൾക്കാരുടെ ഡാഷ് ആൻഡ് ഡാഷ് കോരുക എന്നുള്ളതായിരിക്കും എന്റെ ജോലി എന്നുള്ള ആ ഒരു തരത്തിലാണ്. അപ്പൊ അതാ പറഞ്ഞതിൽ വളരെ ഒരു വലിയൊരു ഇതുണ്ട്. ബിക്കോസ് ബിഫോർ യു ടേക്ക് ദ children to a visit in mental hospital, the soft aspects of psychiatry has to be treated, has to be demonstrated, explained, and finally, even when you take them on a conducted tour to a mental hospital, aduthe ella മേഖലകളിലും അവിടെ ഇംപ്രൂവ് ചെയ്യുന്ന രോഗികളുണ്ട്, അല്ലാത്ത രോഗികളുണ്ട്. ഇത് എന്തുകൊണ്ട് ഒരു മെന്റൽ ഇൽനസ് ക്രോണിക് ആവും, what are the factors behind it, that should be explained in graphic detail rather than just showing them some people with mental illness like showing inanimate specimens to medical students. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ ആണ്. താങ്ക് യു വെരി മച്ച് മാഡം. പിന്നെ ആ അപ്രീസിയേഷന് പ്രത്യേകം താങ്ക്സ്. കാരണം എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് കുറച്ച് അംബ്ലേഷ്യം വരുന്നുണ്ടോ എന്ന് കുറച്ച് നാളായിട്ട് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ദാറ്റ്സ് വൈ ഐ അറ്റംപ്റ്റഡ് ടു ഡു ദിസ് ടോക്ക് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് സ്ലൈഡ്സ്. എനിവേ താങ്ക് യു വെരി മച്ച്. മാനസിക രോഗികൾക്ക് അവർക്കുള്ള സ്റ്റിഗ്മ മാറ്റാൻ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡോക്ടറിന് എന്ത് ചെയ്യാൻ സാധിക്കും? മെജോറിറ്റി മാനസിക രോഗികൾക്കും തങ്ങളുടെ അസുഖം കാരണം സ്വബോധം ഇല്ലാതിരിക്കുന്നതാണ്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് ബോധമുള്ളവർക്ക് എങ്ങനെ അത് ചെയ്യാം എന്നതിനെ കുറിച്ച്? തീർച്ചയായിട്ടും ഇതില് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ സംഗതികളിലൂടെ എല്ലാം രോഗികളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പോ 3 കാര്യങ്ങൾ. ഒന്ന്, ഒരു രോഗം ഉണ്ടായാൽ അത് എത്രയും നേരത്തെ തിരിച്ചറിഞ്ഞ് എത്രയും നേരത്തെ ചികിത്സ തേടാൻ വേണ്ട ഒരു അറിവ് പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുക എന്നുള്ളത്. കാരണം ഡ്യൂറേഷൻ ഓഫ് അൺട്രീറ്റഡ് ഇൽനസ് കൂടുന്നതനുസരിച്ചിട്ടാണ് അത് കോംപ്ലിക്കേറ്റഡ് ആകാനും തിരിച്ചറിവില്ലാത്ത അവസ്ഥയിലേക്ക് എത്താനും കാരണമാകും. സോ ഡു വാട്ട് ഇസ് നെസസറി സോ ദാറ്റ് യു ഡോണ്ട് റീച്ച് എ സിറ്റുവേഷൻ വേർ ദർ ഇസ് നോ റിട്ടേൺ. ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2 ഇസ് ബി അവെയർ ഓഫ് യുവർ റൈറ്റ്സ്. നിങ്ങൾക്ക് എന്ത് തരം ചികിത്സ വേണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് ഗിവ്സ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രിവിലേജ്. അപ്പൊ അത് അസേർട്ട് ചെയ്യാനുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ബോധ്യം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തേത് റീഹാബിലിറ്റേഷൻ ആണ്. അഗെയിൻ റീഹാബിലിറ്റേഷന്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇക്വിറ്റബിൾ റീഹാബിലിറ്റേഷൻ. അപ്പോ ഒരു മെന്റൽ ഇൽനസ് ഉണ്ടായ ഒരാള് നമ്മൾ റീഹാബിലിറ്റേഷൻ പ്ലാൻ ഡിസൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും കവർ നിർമ്മാണം അല്ലെങ്കിൽ എല്ലാവർക്കും മെഴുകുതിരി നിർമ്മാണം എന്നുള്ളതിനപ്പുറം a person with a computer engineering background is there, he can be trained in higher skills in that area and his skills can be made use of in that spectrum. ഇങ്ങനെ 2 കാര്യങ്ങൾ. ഒന്ന്, അയാളുടെ ബേസിക് ക്വാളിഫിക്കേഷനും സ്കിൽസും. 2, അയാളുടെ അസുഖത്തിന്റെ തീവ്രത. ഇത് രണ്ടും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് റീഹാബിലിറ്റേഷൻ പ്ലാൻ which will definitely help to mainstream a significant percentage of people with mental illness. And most importantly, ഇപ്പോൾ ഉള്ള ഈ ജോലി സംവരണം എന്ന് പറയുന്ന സംഗതി കൃത്യമായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനിയുള്ള കാലത്ത് ഈ സ്റ്റിഗ്മയുടെ നേരെ മറുവശത്തേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് ചെറുതായിട്ട് ഭയപ്പെടേണ്ട ഒരു കാലഘട്ടം വരുന്നുണ്ട്. കാരണം when there is a reservation to get employment, there is possibility that lot of fakings may be possible in future. അത് സംഭവിക്കാതെ ഡിസർവിംഗ് ആളുകൾക്ക് തന്നെ ഈ അവസരങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതൊക്കെ ജോലികളാണ് ഈ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളത് പറ്റുന്നത് ഓരോ മേഖലയിലും എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഗവൺമെന്റ് ഒരു സമിതിയെ കോവിഡിന് മുമ്പ് തന്നെ വെച്ചിരുന്നു. ഇറ്റ് വാസ് റിട്ടൺ ആൻഡ് ഇറ്റ് വാസ് ഹാൻഡഡ് ഓവർ ടു ഗവൺമെന്റ്. ഇത് കഴിഞ്ഞാൽ കോവിഡിന്റെ ഇഷ്യൂസ് വന്ന് കുറെ അത് പോയി. ഇപ്പൊ അത് വീണ്ടും ഫൈനലി അത് ഇറ്റ് ഹാസ് ബീൻ ടേക്കൺ അപ്പ് ആൻഡ് ഇറ്റ് വിൽ ബി പബ്ലിഷ്ഡ് ഷോർട്ട്ലി. ഏതൊക്കെ ജോലികൾ മെന്റൽ ഇൽനസ് ഉള്ള ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടോ? ജോലികൾ ചെയ്യാൻ പറ്റത്തില്ല. ഫയർ ആർംസ് കയ്യിൽ വെക്കുന്ന ജോലി. ഇപ്പൊ പോട്ടെ, ഒരു മേ ബി
ബൈപോളാർ മൂഡ് ഡിസോർഡർ ഉള്ള ഒരാളിനെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ജോലി കൊടുക്കുന്നു വിചാരിച്ചു. ഫുള്ളി കൺട്രോൾഡ് ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും വരില്ല. പക്ഷെ ആ ഒരു ജോലിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് രാത്രിയിൽ ജോലി ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെ? വർക്കിംഗ് അവേഴ്സ് സ്പെസിഫിക് ആകണമെന്നില്ല. വെരി ഹൈ പ്രഷർ സിറ്റുവേഷൻസിൽ, റയറ്റ്സ് പോലെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യേണ്ടി വരും. ദർ ഇസ് വെരി ഹൈ പോസിബിലിറ്റി ദാറ്റ് ദ പേഴ്സൺ മേ റിലാക്സ് വൈൽ ഈസ് ഡൂയിങ് ഹിസ് ജോബ്. അത്തരം സന്ദർഭങ്ങളിൽ ഇറ്റ് മേ ബി എ പ്രോബ്ലം. അങ്ങനെയുള്ള ചില സ്പെസിഫിക് മേഖലകൾ ഒഴിച്ച് ബാക്കി ഈ പറഞ്ഞ ഹ്യൂമൻ ലൈഫിനോട് ഡയറക്റ്റ് ആയിട്ട് ഇടപെടാത്ത തരത്തിലുള്ള സംഗതികൾക്കെല്ലാം പേഴ്സൺസ് മേ ബി അലൗഡ് എന്നുള്ള തരത്തിലാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. താങ്ക് യു. I have an observation in the note. Thank you very much for that. Thank you very much for that illuminating talk. Thanks. എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ. We lost a couple of our colleagues during the past couple of months. ഡോക്ടർ സാഗർ ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ KGMOA ഒരു ഗ്രൂപ്പിൽ had mentioned this lack of adequate knowledge or even minimum knowledge about mental health during our undergraduate studies. The doubt, one is an observation. I used to be a casualty medical officer. I used to share duties with Dr. Abdul Bari way back in 96 when he was working in General Hospital. അപ്പോൾ സാറ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. കാഷ്വാലിറ്റി എടുക്കുന്ന ഉടനെ ഒരു സൈക്കാട്രിക് പേഷ്യന്റിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, അതിന് നമ്മുടെ ഒരു MBBS വിവരം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, rather than trying to just push him off to mental hospital. അന്ന് സാധാരണഗതിയിൽ ഒരു ആംബുലൻസ് ഒക്കെ കിട്ടാനും പാടായിരുന്നു. And we were not allowed to admit the patient without the knowledge of the psychiatrist. So നമ്മുടെ ഹച്ചിസണിൽ പറയുന്ന പോലെ what the eye does not see what the mind does not know. അപ്പൊ നമുക്ക് if I am faced with a similar situation, I really do not know how to manage it because I am not adequately trained regarding how to manage a person, an external person with a mental illness or a symptom. അപ്പം ആക്ച്വലി നമുക്കൊരു revamp of the medical curriculum തന്നെ വേണ്ടേ? Because it is said, I read somewhere that at least 20% of the patients who are visiting OPDs in the hospitals have having some sort of mental illness. അങ്ങനെ ഒരു സാധനം ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു ഒബ്സർവേഷൻ അല്ല, that is one of my doubts. And my observation is, I think we should all be discussing about death also, because death discussion will probably help us in tackling situations where we feel that we would want to take away our life or maybe even want to save somebody else's life. അത് ഒരു ടീം വർക്കിന്റെ ഭാഗം കാണും. I would like to hear your opinion. Thank you, sir, for those relevant observations. Sir പറഞ്ഞ ആദ്യത്തെ പോയിന്റിനോട് 100% യോജിക്കുന്നു. കാരണം നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് forget about psychiatric, even other things, final year MBBS പരീക്ഷ ജയിച്ചു കഴിഞ്ഞ സമയത്ത് എത്ര രോഗികളെ ചികിത്സിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക്. ഹൗസ് സർജൻസിയിൽ you are like thrown into the ocean and asked to swim. Of course, people will be there to guide. പക്ഷെ പലപ്പോഴും അർദ്ധരാത്രിയിലും മറ്റുമൊക്കെ വിത്തൗട്ട് എനിബഡി എൽസസ് പ്രസൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതി മാറിയിട്ട് സ്കിൽ ബേസ്ഡ് ട്രെയിനിങ്ങിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളത് 100% ആവശ്യമാണ്. ഇപ്പൊ 2019 തൊട്ട് അങ്ങനെ ഒരു സ്കിൽ ബേസ്ഡ് ട്രെയിനിങ്ങിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തൊക്കെ കോമ്പിറ്റൻസി ബേസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ് ഇപ്പൊ CBME എന്നാണ് ഈ പുതിയ കരിക്കുലത്തിന് പറയുന്നത്. ഓരോ ടോപ്പിക്കും പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കോമ്പിറ്റൻസീസ് അറ്റൈൻ ചെയ്യണം എന്നതൊക്കെ ഡിഫൈൻ ചെയ്തൊരു കാര്യമൊക്കെ വന്നിട്ടുണ്ട്.
പക്ഷെ ആ സാധനം വന്ന് കയറിയ ഉടനെ തന്നെ കോവിഡ് വന്നു. നാച്ചുറലി ഒരു 2 കൊല്ലത്തേക്ക് കുട്ടികൾ വീട്ടിലിരുന്നു. കോമ്പിറ്റൻസീസ് ത്രോൺ ഔട്ട് ഓഫ് ദ വിൻഡോ. പഴയ അവസ്ഥയിൽ തന്നെ പോവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ ഒരു അഡ്മിഷൻ ലേറ്റായി വരുന്നത് കാരണം കോഴ്സ് നേരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റിംഗ്സ് കട്ട് ഷോർട്ട് ചെയ്ത് പോകുന്നൊരു ഫേസിലൂടെയാണ് ഇപ്പൊ പോകുന്നത്. മേ ബി ഫ്രം നെക്സ്റ്റ് ഇയർ അഡ്മിഷൻ ഓൺവേർഡ്സ് കൃത്യസമയത്ത് ഓഗസ്റ്റിൽ തന്നെ ക്ലാസ്സുകൾ തുടങ്ങുകയും ഈ പറയുന്ന അത്രയും ടൈം കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ ഡെഫിനറ്റ്ലി ഈ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ് in its full sense, and medical teachers should take the responsibility of imparting competency to students. അതും ഉണ്ട്. മെഡിക്കൽ എഡ്യൂക്കേഷനിൽ പഠിപ്പിക്കാൻ താല്പര്യമുള്ള അധ്യാപകർ എത്ര പേരുണ്ട്? ജസ്റ്റ് ലൈക്ക് എനി അതർ ക്വസ്റ്റ്യൻ എനിവേ, തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനും റിലവന്റ് ആണ്, അത് ചിന്തിക്കേണ്ട ഒരു വിഷയം. പക്ഷെ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായിട്ടാണ് എനിക്ക്. ഐ എൻജോയ് ദ പ്രോസസ് ഓഫ് ടീച്ചിങ് സ്റ്റുഡൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ഒരു മെന്ററിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അത് വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ നമ്മൾ പഠിപ്പിച്ചൊരു സ്റ്റുഡന്റ് നാളെ നമ്മളെക്കാൾ വളരെ വലിയൊരു ലെവലിൽ എത്തുമ്പോൾ അദ്ദേഹം അക്നോളജ് ചെയ്യണമെന്നില്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലെ ഇത്രയും നാൾ ജീവിച്ചിരുന്നതിന് കുറച്ച് പർപ്പസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു ഫീലിംഗ് വരാനായിട്ട് that may help. But definitely 100% അതിനോട് യോജിക്കുന്നു. താങ്ക് യു. നമ്മുടെ മെമ്പേഴ്സിന് ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? It's not a doubt, it's just experience. Recently, we have house surgeons coming to our hospital to work. So what I found is that the new generation, a little lack of respect to the seniors. Like it's like avarkku thonala avaru ivide oru adhya petta ennulla oru feel. So this was the situation because before I became the RMO in the Revenue. So they used to come and OP. They won't wish you good morning. Just sit there. Won't ask so much of doubts. Even when they go, they don't say anything. Like, go on. I found one house surgeon sitting on the chair with her legs crossed. Another house surgeon comes with long hair. He puts it up, ties a slide. So he's not thinking also that there are some senior doctors here or something. So when I became the RMO, these people come to me with a logbook. So this particular female came there. So she was with other things. So we have to give good, excellent, very good and all. So I just gave her excellent. And then she came and I called. I said, your friends are there. So I said, do you remember one day you sat with your legs crossed on the chair? Then she says, yes, I remember that. I said, what's the right thing to do? You didn't pay respect to your profession, to the patient, to yourself, or to the other doctor. Then so I had to give her a speech. And she understood that, they understood it. And really to their convocation, she was already a person who is specially invited. Others workers, I went for the convocation. And I messaged her and said that I came for the convocation. She said that it meant a lot to me, is what she said. So like that, I found this particular batch of houses, 2 batches. They'll have different reasons to work. So I decided to spend time with these houses. So when I counseled them, I used to understand a lot of things, especially this 2001, I'm not naming that batch. So what I understood is one house, he opened up to me and he said that we were not able to write our exam in time. Some delay came in some batch. So it affected the whole batch, their expectations, the expectations of their parents and everything. So they are undergoing through that post-trauma still today. So then I decided that I spend time with them. So sometimes morning I call them, make them sit around, I get both batches to sit together. So I'm trying to say is that a lot of us have all these kind of mental stress. And it's how we support each other, how we encourage each other. When I went to UK, if you're just standing in the road and watching, someone will say, are you okay?
Yeah, they come and are you okay? Is everything fine with you? If you talk to a policeman, he won't, he'll say, "Oh, son, where do you want to go? What's your problem?" So it is like how we support each other. In Nedamangad, I think I worked in major hospitals, Perukada, Parashala, RCC, but Nedamangad really changed my life a lot because in Nermangad, we decided that we will interact with you. So one thing we understood, doctors, we did was afternoon every time. In the afternoon, we'll sit and eat food together. I may not get always standing, but and we tour. Then we'll start a group. And then, so when we started that tour, the gynec department, we didn't call them our tour. പിന്നെ എല്ലാവരും മത്സരിച്ച് ഏത് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ടൂർ. So this is how we came together. We understood. Then for Onam, I think the Titilal sir took the initiative, and for Onam we made every houses, competitions. Everyone came together. So these are all things that when we go to work, that make some meaning to our life, something to show hidden talents. I work on to express ourselves. These are all important things. We should always. I think when I was in, I studied more in Malabar. So when I came to Trivandrum, that's what even Malabar people say that. I don't know how far it is true, but we should support each other, encourage each other. And for me, I am a person who has gone through a lot of trauma in life. I was born in Africa. When I came here, it's a different culture. I didn't know the language. I went through a divorce. A lot of things. But today, when I see that, when I look back, all these things, molded me into a person that I am today. That I learned that nammada problem, mattulla problems, nammada support solve cheyna, nammada problem solve. Again. നമ്മുടെ problem നമ്മൾ മറന്നു. Always try to help others and encourage us and lift them up. As I said, lift others, enjoy when they have victory. So when we support others, our problems gets solved naturally. Few points. Psychiatric department പോയിട്ട് കളർഫുള്ളാണ്. വെറുതെ ഡ്രൈ ആയിട്ട് ചെറിയൊരു റൂമും ചെറിയ വെച്ചോണ്ടിരിക്കുക, നല്ല ഗാർഡൻ, സെറ്റപ്പ്, നല്ല സെറ്റപ്പ് ആക്കുക, എല്ലാവരും കൂടെ വരാനും സെറ്റ് ചെയ്യാനും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കൂടെ ഉണ്ടാക്കുക. അത് മെന്റൽ ഹെൽത്ത് സെന്റർ ഇപ്പൊ ഒരു ഇരുട്ട് പിടിച്ച ഒരു ഗുഹ പോലെയാണ് കിടക്കുന്നത്. അതൊക്കെ മാറിയിട്ട് നല്ല ഗാർഡൻ, നല്ലൊരു ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. അതിദാരിദ്ര്യ രേഖ അതിന് താഴെയാണ് MNC വർക്ക് ചെയ്യുന്നത്. അത് പോരാ, ഫണ്ട് ഉണ്ടാക്കണം. ഫണ്ട് ഉണ്ടാക്കി നല്ല രീതിയിൽ ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുണ്ട്. എല്ലാവരുടെയും ആവശ്യമാണ്. വന്നിട്ട് കുറെ നാളായിരുന്നു. തിരിച്ചറിയുന്നത് ഒരു രോഗിയായിട്ടാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത്. എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുക. ഇവിടെ ഡൗട്ട്സ് ക്ലാരിഫൈഡ് ആണെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഇരിക്കുന്ന മെമ്പേഴ്സ് മറ്റ് ഡിസ്ട്രിക്ട്സിലുള്ളവർക്ക് ഡൗട്ട്സ് ചോദിക്കാം. അരുൺ സാറിനോട് പ്ലീസ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇപ്പൊ ഓൺലൈൻ ഉള്ള മെമ്പേഴ്സിനെ അൺമ്യൂട്ട് ചെയ്ത് നമ്മുടെ സ്പീക്കറോട് ഡൗട്ട്സോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്.
അപ്പുറത്ത് പോവാന്ന് പറ. ഓ എന്നെ ഉപദ്രവിക്കല്ലേ. എല്ലാവർക്കും ഡൗട്ട്സ് ക്ലാരിഫൈഡ് ആണെന്ന് കരുതുന്നു സർ. യുവർ ക്ലാസ് has benefited all. Out of time പറയാം ഡോക്ടർ സുനിത മാഡം. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന് ആദ്യമായി നന്ദി പറയുന്നത് നമ്മുടെ മീറ്റിംഗ് ചെയർ ചെയ്ത നമ്മുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബിന്ദുവിനാണ്. എല്ലാവർക്കും വേണ്ടി ഡോക്ടർ ബിന്ദുവിന് നമ്മുടെ ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തത് നമ്മുടെ ബഹുമാന്യനായ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ടി.എൻ. സുരേഷ് സാറാണ്. സാറിനെ വളരെ ആദരവോടുകൂടി തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു മീറ്റിംഗ് നമുക്ക് സൂമിൽ ഇത്രയും മെമ്പേഴ്സിനെ എത്തിക്കാൻ കഴിഞ്ഞത് സാറ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അപ്പോ സാറിന് പ്രത്യേകം നന്ദി അതിൽ. അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി സുനിൽ പി.കെ. സാറിന് മീറ്റിംഗിൽ ആക്ച്വലി കയറാൻ പറ്റിയില്ല. അവിടെ സ്പോർട്സ് മീറ്റ് നടക്കുന്നത് കാരണം സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയി ഇവിടെ എത്തിയിരുന്നത് നമ്മുടെ ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റിയുടെ പ്രസിഡന്റായ ഡോക്ടർ ജയപ്രകാശൻ സാറാണ്. സാറിനെ വളരെ ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണറായി ഇവിടെ എത്തിയിരുന്നത് നമ്മുടെ മുൻ സ്റ്റേറ്റ് പ്രസിഡന്റും ട്രിവാൻഡ്രം IMA പ്രസിഡന്റുമായ ഡോക്ടർ T.S. വിജയകൃഷ്ണനാണ്. അദ്ദേഹത്തിന് ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്ന് നമുക്ക് ഫെലിസിറ്റേഷൻസ് ഇവിടെ നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട അരുണേ ജോൺ, നമ്മുടെ സൗത്ത് സോൺ ജോയിന്റ് സെക്രട്ടറി ആണ്. സാറിന് ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്പീക്കർ അരുൺ ബി നായർ. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ എല്ലാവർക്കും നമ്മളെല്ലാവരും ആരാധനയോടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് KGMO ജില്ലാ ഘടകത്തിന്റെ പേരിലും നമ്മുടെ KGMOയിലെ എല്ലാ മെമ്പേഴ്സിനും എല്ലാ ജില്ലയിലെ മെമ്പേഴ്സിനും വേണ്ടി സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് സർ. പിന്നെ നമ്മുടെ ഈ ഒരു മീറ്റിംഗ് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത നമ്മുടെ സാഗർജി, ഡോക്ടർ ഷീന, ഡോക്ടർ ജയപ്രകാശ് സർ, മറ്റിവിടെ എത്തിയിട്ടുള്ള എല്ലാവരും, എല്ലാ മെമ്പേഴ്സിനും, ഇതിൽ പങ്കെടുത്ത സൂമിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ട്രഷറർ പ്രവീണാണ് നമ്മുടെ ടെക്നിക്കൽ വിങ് ഫുൾ നോക്കിയത്. ഈ സൂമിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാം നോക്കിയത് പ്രവീണാണ്. പ്രവീണും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഓഫീസ് സ്റ്റാഫ് ചേട്ടൻ ജിത്തു, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. ഫുഡ് താഴെയുണ്ട്, എല്ലാവരും കഴിച്ചിട്ട് മാത്രമേ പോകാവൂ. താങ്ക് യു സോ മച്ച്.